ഛത്തീസ്ഗഡ് നേരത്തെ മധ്യപ്രദേശ് സംസ്ഥാനത്തിന് ഭാഗമായിരുന്നു. അന്ന് വന്ന നിയമമാണ്. അതിനുശേഷം എത്രയോ കോൺഗ്രസ് സർക്കാരുകൾ അവിടെ ഭരിച്ചു. ഞങ്ങളെ സർക്കാർ അവിടെ ഉണ്ടായിട്ടില്ല. എത്രയോ കോൺഗ്രസ് സർക്കാരുകൾ ഭരിച്ചു. നിയമം മാറ്റിയോ? നിയമം മാറ്റിയില്ല. ഇക്കഴിഞ്ഞ ഒരു വർഷം മുമ്പുള്ള സർക്കാർ കോൺഗ്രസ് സർക്കാരാണ്. അന്നും ഇതുപോലെ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടില്ലേ? അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് മിണ്ടിയോ? അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് ഒരു നിലപാട്, ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് വേറൊരു നിലപാട്, കേരളത്തിലെ BJPയിലെ ചില നേതാക്കന്മാർക്ക് ഒരു നിലപാട്, ഛത്തീസ്ഗഡിലെ BJPക്ക് ആകെ ഒരു നിലപാട്. ഇതെന്ത് രീതി? ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ ഇടതുപക്ഷത്തിന്. ആ നിലപാട് ഞാൻ പൂർത്തീകരിക്കട്ടെ. ആ നിലപാട് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത് ഇന്ത്യൻ മതനിരപേക്ഷതയെ ബാധിക്കുന്നതാണ്, ഭരണഘടനയെ ബാധിക്കുന്നതാണ്. നഗരങ്ങളിലെ ഗതാഗതക്കുരുക്ക് ഒരു പ്രധാന പ്രശ്നമാണ്. നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങളും അതിൽ പ്രയാസപ്പെടുന്നവരാണ്. കോഴിക്കോട് നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ ഒട്ടേറെ പദ്ധതികളാണ് കഴിഞ്ഞ കാലങ്ങളിൽ 2016 മുതൽ എടുത്ത് പരിശോധിച്ചാൽ LDF സർക്കാർ നടപ്പിലാക്കി വരുന്നത്. നഗര ഹൃദയത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നൊരു പദ്ധതിയാണ്. മലാപ്പറമ്പ് മുതൽ മാനാഞ്ചിറ വരെ ഇപ്പോൾ നടക്കുന്ന ഈ പദ്ധതി യഥാർത്ഥത്തിൽ വെള്ളിമാടുകുന്ന് മുതൽ മാനാഞ്ചിറ വരെ ആയിരുന്നു ഈ പ്രവൃത്തി ഉദ്ദേശിച്ചത്. എന്നാൽ പിന്നീട് NH-66 നാഷണൽ ഹൈവേയുടെ ഭാഗമായ ഒരു പദ്ധതി മലാപ്പറമ്പ് മുതൽ വയനാട് വരെ വന്നതിൻ്റെ ഭാഗമായി നാഷണൽ ഹൈവേ കേന്ദ്ര സർക്കാരിൻ്റെയും പദ്ധതിയിൽ പെട്ടതുകൊണ്ടാണ് മലാപ്പറമ്പ് മുതൽ മാനാഞ്ചിറ വരെ മാറിയിട്ടുള്ളതെന്ന്. എന്നാൽ മലാപ്പറമ്പ് മുതൽ വെള്ളിമാടുകുന്ന് വരെ ഇതിൻ്റെ ഭാഗമായി പ്രവൃത്തി നടത്താൻ അനുവദിക്കണമെന്നുള്ള അഭ്യർത്ഥന തുടർച്ചയായി നടത്തിയിട്ടുണ്ട്. നിതിൻ ഗഡ്കരിജിയുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, അല്ലാതെ നടത്തിയിട്ടുണ്ട്. അതിന് അനുമതി കിട്ടും എന്ന് ഉറച്ചു വിശ്വസിക്കണം. അധികം വൈകാതെ തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ റോഡ് എടുത്ത് പരിശോധിച്ചാൽ നല്ല നിലയിൽ ഇതിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, വളരെ നല്ല നിലയിൽ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട MLA ശ്രീ കോട്ടത്തിൽ രവീന്ദ്രൻ ഞങ്ങളും കൂടി ഇതിൻ്റെ പ്രവൃത്തി ഓരോ കാര്യങ്ങളും പരിശോധിച്ചിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് വളരെ പ്രസ്റ്റീജിയസ് പ്രൊജക്റ്റായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇത് 2 മണ്ഡലത്തിലൂടെ പോകുന്നതാണ്. ഒരൊറ്റ സൗത്ത് മണ്ഡലമാണ്. അത് അവസാനിക്കുന്ന മാനാഞ്ചിറ ഉൾപ്പെടെ മാവൂർ റോഡിൻ്റെ തെക്ക് ഭാഗം സൗത്ത് നിയോജക മണ്ഡലമാണ്. അവിടുത്തെ MLA ശ്രീ അഹമ്മദ് ദേവർക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്ന പ്രവൃത്തി ഫണ്ട് സംസ്ഥാന സർക്കാർ ഫണ്ടിങ്ങോടുകൂടി നടക്കുന്ന ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ്. അപ്പോൾ അതിൻ്റെ പ്രവൃത്തി നല്ലതിൽ 76,90 ലക്ഷം രൂപയാണ് ഇതിൻ്റെ കരാർ തുക. ഇതിൻ്റെ നീളം ഏകദേശം 5 കിലോമീറ്റർ, വീതി 24 മീറ്ററാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ വീതികളെന്ന് 6 മുതൽ 8 മീറ്റർ വരെ നഗരഹൃദയത്തിൽ ഇതിൻ്റെ 3 ഇരട്ടിയായിട്ട് മാറാൻ വേണ്ടി. അപ്പോൾ അത് ഏറെ ഗുണകരമാണ്, നാടിനാകെ ഗുണകരമായി മാറും. ഇതിൻ്റെ EPC കരാർ ചട്ടങ്ങൾ പ്രകാരം പ്രവർത്തന അനുമതി ലഭ്യമാക്കി. സിവിൽ സ്റ്റേഷൻ മുതൽ മലാപ്പറമ്പ് NH-66 വരെ 1080 മീറ്റർ നീളം. സിവിൽ സ്റ്റേഷൻ മുതൽ എരഞ്ഞിപ്പാലം വരെ 940 മീറ്റർ നീളം. എരഞ്ഞിപ്പാലം മുതൽ മാനാഞ്ചിറ വരെ 3 കിലോമീറ്റർ 300 മീറ്റർ നീളം. ഈ അതിരുകൾ ഉടനീളം ഇരുഭാഗത്തുമായി നല്ല ഡ്രെയിനേജുകൾ കാണുന്നുണ്ട്. നഗരത്തിലെ വെള്ളക്കെട്ട് പ്രശ്നത്തിനോട് പരിഹാരം കാണാൻ സാധ്യമാണ്. നല്ല ഓവുചാലൊക്കെ, യൂട്ടിലിറ്റി ഡെക്ട്, നടപ്പാത നിർമ്മാണം, നിലവിലുള്ള റോഡ് മുഴുനീള ടാറിംഗ്, അനുബന്ധ പ്രവർത്തികൾ, ഇതൊക്കെ സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തികൾ ആരംഭിച്ച് വിശദമായ സർവേ നടത്തി 24 മീറ്റർ വീതിയിൽ റോഡിൽ ഉടനീളം അതിർത്തി നിർണ്ണയം നടത്തി ഏറ്റെടുത്ത ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാനാഞ്ചിറ ഭാഗത്ത് ഓവുചാൽ പ്രവൃത്തി ആരംഭിച്ചു. മലാപ്പറമ്പ് ഭാഗത്ത് ഓവുചാൽ പ്രവൃത്തി ആരംഭിച്ചു. ഇപ്പോൾ നിങ്ങൾ കണ്ടു. 2.5 കിലോമീറ്റർ നീളത്തിൽ 24 മീറ്റർ വീതിയിലായി പ്രവൃത്തിക്ക് അനുയോജ്യമായ വിധത്തിൽ പ്രതലം സജ്ജമാക്കി വരികയാണ്. പിന്നെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല. സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കണം. ഇടയ്ക്കിടെ ഇതിൻ്റെ യോഗം നടക്കുന്നുണ്ട്. ആ യോഗം ഫീൽഡിൽ വന്ന് പരിശോധിക്കുകയും യോഗ
നമ്മളത് നടത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ നിലയിൽ നമുക്ക് നഗരത്തിന് ഒരു ആശ്വാസം ആയി മാറുന്ന ഒരു പദ്ധതിയായി ഇത് മാറും. ഇതിലെ രണ്ട് പ്രധാനപ്പെട്ട പരാതികൾ സ്ഥലം MP-യുടെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി കൊടുത്തിട്ട് ഒരു യോഗം വിളിക്കാൻ ജില്ലാ കലക്ടർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് MP പറയുന്നത്. രണ്ടാമത്തെ, ഈ ഡ്രെയിനേജ് സിസ്റ്റം അശാസ്ത്രീയമാണെന്നും ഇതിലെ വെള്ളം ഇവിടുത്തെ ഈ റോഡ് ഇത് സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പണം ചെലവഴിച്ച് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമരാമത്ത് വകുപ്പാണ് ഇതിൻ്റെ പ്രവൃത്തി നടക്കുന്നത്. അതിലെന്തെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ അത് പരിശോധിക്കാവുന്നതാണ്. അത് പരിശോധിച്ച് നമുക്ക് പോവാം. ഇത് കൃത്യമായി പരിശോധിച്ച് പോകാവുന്നതാണ്. ഇതൊന്നും തർക്കമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിഹരിക്കാൻ പൊതുവേ ഇടപെടുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പ്രവൃത്തി നിർത്തി നമ്മളെല്ലാവരും ഇതിൽ ഒന്നിച്ചാണ് നിൽക്കുന്നത്. പ്രവൃത്തി മുന്നോട്ട് പോവുക, ഇത് തീരുക എന്നുള്ളതിൽ വ്യത്യസ്ത അഭിപ്രായം ആർക്കുണ്ട്? ഇതൊക്കെ ആർക്കും ഉണ്ടല്ലോ. പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കും. അതിലെല്ലാവരും സന്തോഷിക്കുകയാണോ ചെയ്യേണ്ടത്? MP പറയുന്ന പോലെ യോഗം വിളിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. നമ്മളൊരു പദ്ധതി നടക്കുമ്പോൾ ആ പദ്ധതിക്ക് ഒപ്പമാണല്ലോ എല്ലാവരും നിൽക്കുന്നത്. മറ്റു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ എന്താണെന്ന് പരിശോധിക്കാം. മറ്റു കാര്യം എനിക്കറിയില്ല എന്താണെന്ന് നമുക്ക് അതൊക്കെ പരിഹരിക്കാം. അത് അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും ഡ്രെയിനേജുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാമല്ലോ. അല്ല, ഇതിന്റെ ഒരു NOCക്ക് വേണ്ടി MP ആണ് അവസാനം ദേശീയ മന്ത്രി നമ്മൾ വെറുതെ അഭിപ്രായം പറയും. ഇത് NOC കിട്ടാതെ പണി തുടങ്ങിയെന്ന് പറയും. ഇതൊന്നും നമ്മൾ വെറുതെ അഭിപ്രായം പറഞ്ഞിട്ട് വെറുതെ സമയം പാഴാക്കി പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുക. ഇതിപ്പോൾ പ്രവൃത്തി കാണുമ്പോൾ നല്ല മനസ്സുള്ള മനുഷ്യരൊക്കെ സന്തോഷിക്കുകയും ഈ റോഡിലൂടെ കാറിൽ യാത്ര ചെയ്യുന്നവരും ബസ്സിൽ യാത്ര ചെയ്യുന്നവരും വാഹനത്തിൽ പോകുന്നവരും ഇതിൻ്റെ പ്രവൃത്തി ഇങ്ങനെ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടക്കുന്ന കാണുമ്പോൾ ദുഃഖിക്കുകയാണോ സന്തോഷിക്കുകയാണ് ചെയ്യുക? നിങ്ങൾ പറയും. സന്തോഷിക്കുകയാണ് ചെയ്യുക. എല്ലാവരും സന്തോഷിക്കുക. എല്ലാവരും സന്തോഷിക്കട്ടെ. ആർക്കെങ്കിലും സന്തോഷത്തിന് കുറവുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ജനം തിരിച്ചറിഞ്ഞു. അല്ല, രാഷ്ട്രീയത്തിൽ വെക്കരുതല്ലോ. നല്ല നിലയിൽ ജനങ്ങളുടെ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അതൊരു പൗരന് പറയാം, ഒരു ജനപ്രതിനിധിക്ക് പറയാം, ആർക്കും പറയാം. അത് പോസിറ്റീവായിട്ട് എടുക്കുന്ന സർക്കാരാണ്. എന്നാൽ LDF സർക്കാരിൻ്റെ ഭരണകാലത്ത് ഒരു വികസന പ്രവർത്തനം നടക്കുമ്പോൾ ഇന്നപ്പോൾ നടക്കണ്ട, ഈ ഭരണകാലത്ത് നടക്കണ്ട, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ വരും, അതിന് മുമ്പ് ഇത് തീരണ്ട എന്നൊക്കെ രാഷ്ട്രീയമായി ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ ചിന്തിച്ചാൽ അത് ജനം മറുപടി പറഞ്ഞോളൂ. അവർ മനസ്സിലാക്കേണ്ടത് ഈ പ്രവൃത്തി നടന്നാലും ഇല്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ LDFന് നല്ല വിജയം ഉണ്ടാവും. പിന്നെ വെറുതെ നമ്മൾ ബുദ്ധിമുട്ടി ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കേരള സ്റ്റോറീസ് മിമിക്ക് അവാർഡ് നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വിമർശനങ്ങൾ ഉയരുന്നില്ല. പക്ഷേ അതിൻ്റെ സംവിധായകനൊക്കെ പറയുന്ന മന്ത്രിമാരടക്കം സിനിമ കാണാതെ വിമർശിക്കുകയാണ്. കണ്ടവർ തന്നെ അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സ്ക്രീന് കുത്തിപ്പൊട്ടിക്കാൻ തോന്നുന്നു എന്നുള്ളതാണ് കേരളത്തെ സ്നേഹിക്കുന്ന മനുഷ്യരായ പറഞ്ഞത്. അത്ര വൃത്തികേടാണ്. കേരളത്തെ അപമാനിക്കുന്നൊരു ചിത്രമാണ്. കേരളത്തെ അപമാനിച്ചതിന് സംഘപരിവാർ നൽകിയ കൂലിയാണ് ആ വാർത്ത. ഒരു സംശയം വേണ്ട. ഇപ്പം സിനിമയിലൂടെ കേരള സ്റ്റോറി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ചിലർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പാഠപുസ്തകത്തിലൂടെ കേരള സ്റ്റോറി പഠിപ്പിക്കാനുള്ള വലിയ ശ്രമത്തിലാണ് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അജാതി കഥകളും അജാതി സിലബസും സർവകലാശാലകളിൽ കുത്തിവെച്ച് കേരള സ്റ്റോറി മോഡൽ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് ചില ഉത്തരവാദിത്തപ്പെട്ട് പ്രവർത്തിച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞല്ലോ, കേരളത്തെ ആകെ മോശമാക്കുന്നു. മലയാളി ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്നവരും ഇതിനെ എതിർത്തവരാണ്. അങ്ങനെയുള്ളൊരു സിനിമക്ക് ഒരു അവാർഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മതനിരപേക്ഷതയെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയതിൻ്റെ കൂലി നൽകിയതാണ്. അത് ഇനിയും അതുപോലെ സിനിമകൾ വന്നാൽ ഇനിയും ഇതുപോലെ അവാർഡ് തരാം. അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തിൽ കേരളത്തിൻ്റെ മതസാഹോദര്യത്തെ മോശമാക്കിയേക്ക്, കേരളത്തെ തകർത്തേക്ക് എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവാർഡ്. അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഛത്തീസ്ഗഡിലെ വകുപ്പുകളെ വിമർശിക്കുന്നവർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുക എന്നാണ് സർക്കാർ നയം. ഡോക്ടർ ഹാരിസിന്റെ മെഡിക്കൽ കോളേജ് ഉദാഹരണം വെച്ചാണ് ഇത്. അല്ല, അത് ആരോഗ്യമന്ത്രി പറഞ്ഞല്ലോ, വേറെ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട്. ഈ സംസ്ഥാനത്തെ റോഡുകളുടെ ഒരു അവസ്ഥ, അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നില്ല. മാധ്യമങ്ങൾ ഇത് തുടർച്ചയായിട്ട് വാർത്തകളും ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് ഇനി ആ വിഷയത്തിൽ ഒരു യുദ്ധകാല പരമാവധി പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. ന്യായമായും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ശ്രദ്ധപ്പെടുത്തിയാൽ അതിനനുസരിച്ച് ഇടപെടും. ഈ ഹാരിസിന്റെ വിമർശനം യഥാർത്ഥത്തിൽ ഒരു ന്യായമായ വിമർശനം എന്ന് അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത്. കേവലം അന്ന് പറഞ്ഞത് നല്ല ഡോക്ടറാണ് അദ്ദേഹം. നല്ല ഈ ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീകൾ അവരുടെ ജാമ്യാപേക്ഷ എന്ന് പരിഗണിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആത്മാർത്ഥമായിട്ട് BJP ഉൾപ്പെടെ ഭയങ്കരമായിട്ട് അവരെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോൾ BJP നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അത് കണ്ടാൽ മനസ്സിലാവും.
ഇപ്പൊ കേരള സ്റ്റോറിനെ സ്നേഹിച്ച പോലെയല്ല. ബിജെപിയുടെ അമിത്ഷാ അധ്യക്ഷൻ പറഞ്ഞതിന് എന്തെങ്കിലും വിലയുണ്ടോ? പ്രോസിക്യൂഷൻ ഇതിലെടുത്ത സമീപനം എന്താ? പ്രോസിക്യൂഷൻ ഇതിനെ എതിർക്കില്ല എന്ന് പറഞ്ഞ് പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. ഇത് വളരെ ബോധപൂർവമാണ്. ജാമ്യം സ്വാഭാവികമായിട്ട് ജാമ്യം കിട്ടേണ്ട സമയത്ത് കിട്ടും. കാരണം ഇതിലൊന്നുമില്ല, മനുഷ്യക്കടത്ത് തെളിയിക്കാനാവില്ല, ഈ കേസ് നിൽക്കില്ല, ജാമ്യം കിട്ടും. അങ്ങനെയല്ലല്ലോ ഇത് നേരത്തെ ആക്കണ്ടേ? പ്രോസിക്യൂഷൻ എതിർത്തിരുന്നില്ലായിരുന്നെങ്കിൽ നേരത്തെ കിട്ടുമായിരുന്നു. മുൻകാലങ്ങളിൽ ഇത്തരം വിഷയങ്ങളിൽ പ്രോസിക്യൂഷൻ എതിർക്കാത്ത നിരവധി സംഭവങ്ങളുണ്ട്. എന്തുകൊണ്ട് അതുപോലെ ചെയ്തില്ല? അപ്പോൾ ഇത് വളരെ ബോധപൂർവം ആളുകളെ കബളിപ്പിക്കുകയാണ്. ഇവിടെ കേക്ക് കൊടുക്കുന്നു, കേക്ക് മുറിച്ച് വായിൽ വെക്കുന്നു, അവിടെ കത്തി കഴുത്തിൽ വെക്കുന്നു. ഇതാണ് വ്യത്യാസം. ഈ കേരള സ്റ്റോറി വന്ന സമയത്ത് വലിയ എതിർപ്പുണ്ടായി. ഡബിൾ ഡ്രാമയാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കേരള സ്റ്റോറി എതിർത്ത സമയത്ത് അത് പ്രദർശിപ്പിക്കാൻ വേണ്ടി മുൻപന്തിയിൽ നിന്ന കൂട്ടർ കൂടിയാണ് ഇവർ സിനിമ പ്രദർശിപ്പിക്കാൻ. കേരളത്തിൽ ജനങ്ങൾ ഒന്നിക്കുന്നത് ഇവരിഷ്ടപ്പെടുന്നില്ല. കേരളത്തിൽ മതവർഗീയ കലാപമില്ലാത്തത് ഇവരിഷ്ടപ്പെടുന്നില്ല. കേരളത്തിൽ എന്ത് വിഷയത്തിലും മതസാമുദായിക ധ്രുവീകരണത്തിലുള്ള ശ്രമം ആരെങ്കിലും നടത്താൻ ശ്രമിച്ചാൽ അതിനെ ചെറുക്കുന്നതിൽ ഇവരിഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതിനെ തകർക്കണം. അപ്പോൾ കേരളത്തിൻ്റെ മോഡൽ തകർക്കുക, അത് ഇന്ത്യക്ക് മുമ്പാകെ കേരളത്തെ വളരെ മോശമായി അവതരിപ്പിക്കുക, കേരളം എന്തോ ഒരു കുഴപ്പം പിടിച്ച നാടാണ് എന്ന് വരുത്തി തീർക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് സംഘപരിവാറിന്റെ ആ ശ്രമത്തോടൊപ്പം നേരത്തെ ക്രൈസ്തവ സഭകളുണ്ടായിരുന്നു. ഇപ്പൊ ഈ കേരള സ്റ്റോർ ഉൾപ്പെടെ പ്രദർശിപ്പിക്കാൻ അനുമതി തേടി പ്രദർശിപ്പിച്ച സംഘടനകളൊക്കെ YMCA പോലെ. കേരള സ്റ്റോറി സ്വകാര്യം രണ്ടാളും ഉറപ്പിച്ച് പറയുകയാണ്. രണ്ടാളങ്ങോട്ട് ആലോചിച്ച് ചോദിച്ചു, ഒരാളൊന്ന് ചോദിക്കും വേറെ ആള് ചോദിച്ചു, പ്രശ്നമില്ല. സ്റ്റോറി സെയിമാണ് വരുന്നത്. കേരള സ്റ്റോറി കേരളത്തിൻ്റെ മതസാഹോദര്യത്തെ തകർക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനിപ്പോൾ അവാർഡ് കൊടുത്തത് കൂലി കൊടുത്തതാണ്. ഇവിടെ മതനിരപേക്ഷത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി കേരളത്തിൻ്റെ മോഡൽ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു മതവർഗീയതയോ ഒരു മത തീവ്രവാദത്തെയോ കേരളത്തിലെ ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. എല്ലാവരും എല്ലാ വർഗീയതയും ഒരുപോലെ എതിർക്കുന്നവരാണ്. അതാണ് കേരളത്തിൻ്റെ സ്റ്റോറി. ഈ സ്റ്റോറി സംഘപരിവാർ സ്റ്റോറിയാണ്. ഈ സ്റ്റോറി മതവർഗീയവാദികളുടെ സ്റ്റോറിയാണ്. ഈ സ്റ്റോറി മനുഷ്യരുടെ ഐക്യം തകർക്കാനുള്ള സ്റ്റോറിയാണ്. മനുഷ്യരുടെ ഐക്യം തകർക്കാനുള്ള ഒരു സ്റ്റോറിക്ക് ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു അവാർഡ് നൽകുന്നത് മനുഷ്യത്വപരമല്ല. അത് തെറ്റായ നിലപാടാണ്. അത് നിഷ്പക്ഷതയ്ക്ക് കോട്ടം തട്ടുന്ന നിലയിലേക്കാണ് ഈ അവാർഡ് മാറിയിട്ടുള്ളത്. ഇത് എല്ലാവരോടും തുറന്നു പറയുന്നത് ഞങ്ങൾക്കൊരു മടിയില്ല, ഞങ്ങൾ പറയും. പക്ഷെ അതല്ല ചോദിച്ചേ, അന്ന് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിലെ ക്രൈസ്തവ യുവജന സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് സംഘപരിവാറിനൊപ്പം നിന്നവരാണ് ഈ ക്രൈസ്തവ സംഘടനകളൊക്കെ. അല്ല, അത് എനിക്കറിയില്ല, അത് അവരോടാ ചോദിക്കുന്നത്, എനിക്കറിയില്ല. പിന്നെ മിസ്റ്റർ ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിലുള്ള ദേശീയ തലത്തിലുള്ള ഒരു വിഷയമായി ഉയർന്നു വന്നതാണ്. അതിൽ ഉണ്ടായിട്ടില്ല. അത് UDF ഒരു രീതിയിൽ പോകുന്നു, അതുപോലെ ഇടത് MPമാർ വേറെ. അല്ല, അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലെല്ലാവരും ഒന്നിച്ചു. കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു. അതേതെങ്കിലും ഒരു പ്രത്യേക രണ്ട് മലയാളി കന്യാസ്ത്രീകളായതുകൊണ്ടാണ് കേരളത്തിൽ ഇത് കൂടുതൽ അറിഞ്ഞത്. ഇത് അവിടെ നിത്യ സംഭവമാണ്. ഒരു വർഷം മുമ്പ് അവിടെ ഭരണം നടത്തിയത് കോൺഗ്രസ്സാണ്. അന്ന് നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഈ സംഭവം ഉണ്ട്. അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവാണ്. വായ തുറന്നോ? ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് എന്താ മിണ്ടാത്തത്? കേരളത്തിലെ കോൺഗ്രസിനൊരു നിലപാട്, ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് വേറൊരു നിലപാട്. അതുകൊണ്ട് കേരളത്തിൽ സ്ഥിരമായി വന്ന് ഇതിൽ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്ന ദേശീയ നേതാക്കന്മാർ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിനെ കൂടി ഒന്ന് ഉപദേശിക്കാൻ തയ്യാറാവണം. ആരാ ഈ നിയമം ഉണ്ടാക്കിയത്? ഛത്തീസ്ഗഡ് നേരത്തെ മധ്യപ്രദേശ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. അന്ന് വന്ന നിയമമാണ്. അതിനുശേഷം എത്രയോ കോൺഗ്രസ് സർക്കാരുകൾ അവിടെ ഭരിച്ചു. ഞങ്ങളെ സർക്കാർ അവിടെ ഉണ്ടായിട്ടില്ല. എത്രയോ കോൺഗ്രസ് സർക്കാരുകൾ ഭരിച്ചു. നിയമം മാറ്റിയോ? നിയമം മാറ്റിയില്ല. ഇക്കഴിഞ്ഞ ഒരു വർഷം മുമ്പുള്ള സർക്കാർ കോൺഗ്രസ് സർക്കാരാണ്. അന്നും ഇതുപോലെ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടില്ലേ? അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് മിണ്ടിയോ? അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് ഒരു നിലപാട്, ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് വേറൊരു നിലപാട്, കേരളത്തിലെ BJPയിലെ ചില നേതാക്കന്മാർക്ക് ഒരു നിലപാട്, ഛത്തീസ്ഗഡിലെ BJPക്ക് ആകെ ഒരു നിലപാട്. ഇതെന്ത് രീതി? ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ ഇടതുപക്ഷത്തിന്. ആ നിലപാട് ഞാൻ പൂർത്തീകരിക്കട്ടെ. ആ നിലപാട് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത് ഇന്ത്യൻ മതനിരപേക്ഷതയെ ബാധിക്കുന്നതാണ്, ഭരണഘടനയെ ബാധിക്കുന്നതാണ്. ജയിലിനുള്ളിൽ കിടക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്, ഒരു കന്യാസ്ത്രീകൾ മാത്രമല്ല. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഓക്കെ.